ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ്. പഴവും ഗോതമ്പ് പൊടിയും മുട്ടയും ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു അടിപൊളി മധുര പലഹാരമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ അപ്പം തയ്യാറാക്കാനായിട്ട് ഇതുപോലെ നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനത്തെ നേന്ത്രപ്പഴം. അപ്പോൾ നമ്മൾ പലരും ഇത് കളയായിരിക്കും ചെയ്യുക. ഇങ്ങനെ തൊലി കറുത്ത് പോയത് എല്ലാവരും കളയായിരിക്കും ചെയ്യുക. അപ്പോൾ അത് നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ അതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അത് നന്നായിട്ട് ചൂടാറിയിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അടിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കിതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പം മുട്ട ഞാനിവിടെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇളക്കിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഞാനിപ്പോൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. അപ്പം ഞങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾ പഞ്ചസാര കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം. മധുരം വേണ്ടാത്തവരാണെങ്കിൽ പഞ്ചസാര ഇടണമെന്നൊന്നുമില്ല, എന്നാലും ടേസ്റ്റാണ് നമ്മുടെ ഈ അപ്പത്തിന്. ഞാനിവിടെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് അപ്പസോഡയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഗോതമ്പ് പൊടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നമുക്കൊരു കപ്പ് പാൽ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു കപ്പ് പാൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പാലൊന്ന് കുറവാണ്. അപ്പോൾ കുറച്ചുകൂടെ പാൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. നമ്മുടെ ബാറ്റർ ഇവിടെ കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. നമുക്ക് ചുട്ടു തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പത്തിൻ്റെ ആ ഒരു പരുവെന്ന് പറയുന്നത്. നമ്മുടെ ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിലായിരിക്കണം നമ്മൾ ഇതിനും മാവ് എടുക്കേണ്ടത്. അത്ര തിക്കായിട്ട് വേണം. നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കണം. ഒഴിച്ച് കൊടുക്കല്ല, ഒന്ന് പരട്ടി കൊടുത്താൽ മതി. ഞാനിതുപോലെ ഓയിൽ പരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു 2 കയ്യിൽ ഫസ്റ്റ് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു കയ്യിൽ കൂടി ഇതിലോട്ട് ചേർത്തിട്ട് നമുക്ക് ഈ ഒരു കയ്യിൽ കൊണ്ട് തന്നെ നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് ഇതൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് മാവ് വെച്ചൊരു 1-2 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിവിടെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാനതിവിടെ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒരു ഭാഗം കൂടി വെന്തിട്ട് നമുക്ക് അടുത്ത ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്തത് ചുടാം. അപ്പോൾ അത് ഇവിടുന്ന് ചട്ടിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ചെയ്തതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കാം. നമുക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത അതുപോലെ തന്നെ 2 കയ്യിൽ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടി തന്നെയാണിത്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 2 ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെ നമ്മുടെ ബാക്കിയുള്ള അപ്പം കൂടി ഉണ്ടാക്കി തുടങ്ങാം.
നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ്. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. നമ്മുടെ അപ്പം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്നും മറിച്ചിട്ട് കൊടുക്കാം. ഇതും വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.